കുടുംബവിളക്ക് പ്രേക്ഷകരെ ഒന്നടങ്കം നിരാശയിലാക്കുന്ന ഒരു എപ്പിസോഡ് തന്നെയാട്ടോ ഇന്ന് പുറത്ത് വരാൻ പോകുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ പൂജ സുമിത്രയ്ക്ക് അരികിലേക്ക് നമ്മുടെ ശ്രീനിലയത്തിലേക്ക് കടന്നു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ശീതളിൻ്റെയൊക്കെ മുഖം മാറുന്നുണ്ട് കേട്ടോ. പണ്ട് ശീതളിന് എന്തോ ഒരു ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പം എന്താണാവോ നമ്മുടെ ശീതളിനൊക്കെ പൂജ വരുന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം നമ്മുടെ സുമിത്രയാണെങ്കിൽ പൂജയോട് ഇങ്ങനെ അമിത സ്നേഹം കാണിക്കുന്നത് കൊണ്ടാകാം ശീതളിൻ്റെ സുമിത്ര പൂജയോട് സംസാരിക്കുന്നതും കൂടുതൽ അടുക്കുന്നതൊക്കെ കാണുമ്പോൾ ശീതളിൻ്റെ ആ ഒരു മുഖം മാറുന്നത് നമുക്ക് എപ്പിസോഡിൽ കൃത്യമായിട്ട് കാണിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ അനിരുദ്ധ് പറയുന്നുണ്ട് എല്ലാവരും ആ പഴയ മുറികളിൽ തന്നെ താമസിച്ചോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ പൂജയ്ക്ക് അവിടെ ഒരു മുറിയില്ലല്ലോ, അപ്പോൾ പൂജ എവിടെ താമസിക്കുക? അപ്പോൾ അച്ഛമ്മയുടെ കൂടെ കിടക്കാം എന്ന് പൂജ പറയുമ്പോൾ അച്ഛമ്മ പറയും, സരസ്വതിമ്മ പറയുന്നുണ്ട് എൻ്റെ കൂടെ ആരും കിടക്കുകയൊന്നും വേണ്ട ശീതൾ കിടന്നോട്ടെ, അവൾ കുറച്ച് ദിവസമല്ലേ ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ പോകൂലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സുമിത്ര ഇതൊക്കെ കേട്ടിട്ട് പറയും അവൾ ഞാൻ നോക്കിക്കോളാം, അവൾ എൻ്റെ കൂടെ കിടന്നോളൂ എന്ന് പറയും. അപ്പോൾ തന്നെ നമ്മുടെ ശീതൾ പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പ്രതീക്ഷേട്ടൻ്റെ മുറി ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുവാണല്ലോ, അവൾ അവിടെ താമസിച്ചോളൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ ശീതൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പൂജയ്ക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു അസ്വസ്ഥത തന്നെയാട്ടോ. ഇത്രയും ദിവസം നമ്മുടെ രഞ്ജിതയുടെ വീട്ടിൽ ഭയങ്കര എന്താ പറയുക മഹാറാണി പോലെ കഴിഞ്ഞിട്ട് ഇപ്പം ഇവിടെ വരുമ്പോൾ എല്ലാവരും കൂടി തട്ടിക്കളിക്കുന്ന ഒരു ഫീലാട്ടോ നമ്മുടെ പൂജയ്ക്കുള്ളിൽ ഇപ്പോൾ ഇങ്ങനെ അലയടിച്ചുകൊണ്ട് നിൽക്കുന്നത്. അവസാനം എല്ലാവരും അവരുടെ ഓരോരുത്തരുടെയും മുറിയിലേക്ക് സുമിത്രയായാൽ പോലും എന്താ പറയുക സുമിത്രയുടെ ആ ഒരു മുറി കാണാനുള്ള ഒരു എന്താ പറയുക ആ ഒരു ത്രില്ലിൽ ഇങ്ങനെ എല്ലാവരും പരസ്പരം ഇങ്ങനെ പോകുക കേട്ടോ, മിണ്ടിയും പറഞ്ഞൊക്കെ പോകുക. അപ്പം നമ്മുടെ പൂജ മാത്രം എങ്ങോട്ടെന്ന് അറിയാതെ ഇങ്ങനെ ഒരു നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാട്ടോ നമ്മുടെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും അതൊരു വല്ലാത്ത അവസ്ഥ തന്നെയാട്ടോ. അപ്പം നമ്മുടെ പൂജയ്ക്ക് ഇപ്പോൾ ഉള്ളിൽ മൊത്തം പോകുന്നത് രഞ്ജിതയുടെ കൂടെ പോയ അവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നു, പങ്കജയ്ക്ക് എത്ര സ്നേഹമായിട്ട് എന്നെ കരുതിയേ, അങ്ങനത്തെ ഒരു മൈൻഡാട്ടോ നമ്മുടെ പൂജയ്ക്ക് ഇപ്പോൾ. എന്തായാലും ഈ നമ്മുടെ പൂജയ്ക്ക് ആ ഒരു മനസ്സിന് എപ്പോഴും തൃപ്തി വന്നിട്ടില്ല സുമിത്രയുടെ അടുത്ത് എത്തിയിട്ട് പോലും. സുമിത്രയ്ക്കാണെങ്കിൽ പൂജയെ ശരിക്കും നോക്കാനും സാധിക്കുന്നില്ല എന്നതാണ് സത്യം. അപ്പോൾ എന്തായാലും എങ്ങനെയൊക്കെ വഴിമാറി തിരിയുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. പൂജ ഇനി തിരികെ രഞ്ജിതയുടെ അടുത്തേക്ക് പോകുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.